ഇനി മറ്റൊരു കാഴ്ചയിലേക്കാണ്. ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രമായ ഒരു സ്നേഹകഥ. മരണശേഷവും തന്റെ ഗുരുവിനൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിച്ച ഒരു ശിഷ്യൻ. ചങ്ങനാശ്ശേരി സ്വദേശികളായ സ്കറിയ സക്രിയയുടെയും ജോസഫ് കാട്ടടിയുടെയും അപൂർവ സുന്ദര മരണാനന്തര കഥയിലേക്ക്. 5.5 പതിറ്റാണ്ട് മുൻപാണ് ചങ്ങനാശ്ശേരി SB കോളേജിൽ എഴുത്തുകാരനായ സ്കറിയ സക്കറിയ മലയാളം അധ്യാപകനായി എത്തുന്നത്. ജോസഫ് കാട്ടടി എന്ന ഡിഗ്രി വിദ്യാർത്ഥിയും സ്കറിയ സാറും തമ്മിലുള്ള ആത്മബന്ധം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വിദ്യാർത്ഥിയായിരുന്ന ജോസഫ് കാട്ടടി വർഷങ്ങൾക്ക് ശേഷം അതേ SB കോളേജിൽ തന്നെ മലയാളം അധ്യാപകനായി. അങ്ങനെ ഇരുവരും സഹപ്രവർത്തകരായി. കാലത്തിനൊപ്പം അവരുടെ ഹൃദയബന്ധവും വളർന്നു. ഇവർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരു കുടുംബാംഗത്തെ പോലെയാണ് കാട്ടടി സാറിനെ സ്കറിയ സക്കറിയ സാറും സ്കറിയ സക്കറിയ സാറിനെ കാട്ടടി സാറും കണ്ടിരുന്നത്. കാട്ടടി സാറിൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെ സാറിൻ്റെ വീട്ടിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോലെ പെരുമാറിയിരുന്നു. യാത്രകൾ ഒന്നിച്ച് നടത്തുക, ഒന്നിച്ച് സംവാദങ്ങളിൽ പങ്കെടുക്കുക, മറ്റ് വിനിമയങ്ങളിൽ ഏർപ്പെടുക, അങ്ങനെ തുടങ്ങി പലപ്പോഴും നാവിൻ തുമ്പിൽ സ്കറിയ സക്കറിയ സാറിൻ്റെ നാവിൻ തുമ്പിൽ കാട്ടടി സാറും കാട്ടടി സാറിൻ്റെ നാവിൻ തുമ്പിൽ സ്കറിയ സക്കറിയ സാറും എപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. 2022 സ്കറിയ സക്കറിയ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം വിട്ട് മറ്റൊരു ലോകത്തേക്ക് മടങ്ങി. കഴിഞ്ഞ ദിവസം അതേ ലോകത്തേക്ക് കാട്ടടി സാറും. ജീവിച്ചിരുന്നപ്പോൾ ഹൃദയം കൊണ്ടൊന്നായിരുന്നവർ മരണത്തിലും ഒന്നായിരിക്കണമെന്ന് കുടുംബാംഗങ്ങൾക്കും ആഗ്രഹം. അങ്ങനെ ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ പള്ളിയിലെ സ്കറിയ സാറിൻ്റെ അതേ കല്ലറയിൽ ജോസഫ് കാട്ടടിക്ക് അന്ത്യവിശ്രമം. മരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു കുഴിയിൽ ചാകാൻ നടന്നവർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഒരു കുഴിയിൽ ചാകുന്നത് അന്വർത്ഥമായതാണ്. എൻ്റെ ചേട്ടൻ മരിച്ചപ്പോഴേ ഓട്ടോമാറ്റിക് സ്കറിയ സക്കറിയ സാറിനെ അടക്കിയിരിക്കുന്ന അതേ കബറിടത്തിൽ തന്നെ എൻ്റെ ചേട്ടനെ അടയ്ക്കുവാൻ സാധിച്ചത്. സാറ് മിക്കവാറും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരും. അമ്മച്ചി കട്ടൻ കാപ്പിയൊക്കെ വെച്ച് കൊടുക്കുകയും അത് നാളുകളിങ്ങനെ അങ്ങനെ ആ ബന്ധം അങ്ങനെ ഒരു അതുപോലെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നാലും അവിടെ മേരിക്കുട്ടി ചേച്ചി സാറിൻ്റെ ഭാര്യ മേരിക്കുട്ടി ചേച്ചിയൊക്കെ ഒരു വേർകൃത്യമില്ല. ഞങ്ങളും അവിടുത്തെ സ്വന്തം പോലെ ഞങ്ങൾക്ക് അതുപോലുള്ള സ്വീകരണവും ഞങ്ങളെ കരുതിയിരുന്നതിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പ്രകൃതിയെയും മഴയും അത്രമേൽ സ്നേഹിച്ച കാട്ടടി സാറിന്റെ അന്ത്യ കുർബാനയ്ക്ക് ആരും വിളിക്കാതെ മഴയും എത്തി. ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഈ സ്നേഹ കുർബാനയ്ക്ക് വരാതിരിക്കാൻ മഴയ്ക്കും ആവില്ലല്ലോ. തന്റെ പ്രിയപ്പെട്ട അധ്യാപകനെ അവസാനമായി ചേർത്ത് വെച്ച അതേ മണ്ണിൽ കാട്ടടി സാറും മയങ്ങുകയാണ്. ഗുരുശിഷ്യ ബന്ധത്തിന്റെ സ്നേഹഗോപുരമായി ഈ കല്ലറ മാറുകയാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ വളരെ പവിത്രമായ ഒരു കഥ. ഷിനോജ് ടി ചേരുന്നുണ്ട് തത്സമയം. ഷിനോജ്, നമ്മളൊക്കെ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ പങ്കുവെക്കുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, ഞങ്ങളുടെ ഒന്നും കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ അത്ര കൂട്ടായിരുന്നില്ല, ഇപ്പോഴാണ് ടീച്ചേഴ്സും കുട്ടികളൊക്കെ തമ്മിൽ വളരെ സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നതൊക്കെ കാണുന്നത് എന്ന്. പക്ഷെ ഇത് വളരെ മുൻപുള്ള ഒരു സംഭവമാണ്. അവർ ഒന്നിച്ച് പഠിച്ചു, പിന്നെ ഒന്നിച്ച് ജോലി ചെയ്തു, പഠിപ്പിച്ചു ആ സാറ്, അതിനുശേഷം അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നു. അപ്പോഴുണ്ടായ ഒരു സൗഹൃദം, ആ സൗഹൃദത്തിന്റെ വില എത്രത്തോളമാണ് എന്ന് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരെ ഒന്നിച്ച് ഒരു കുഴിയിലേക്ക് എടുക്കുമ്പോൾ പോലും ഒന്നിച്ചുണ്ടാകട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിനൊപ്പം കൂടി ആ കുടുംബാംഗങ്ങളും നിന്നു എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരി SB കോളേജിലെ പ്രഗത്ഭരായിട്ടുള്ള 2 മലയാളം അധ്യാപകരാണ് ഈ സ്കറിയ സക്കറിയ സാറും ഒപ്പം തന്നെ ജോസഫ് കാട്ടടി സാറും. ഇരുവർക്കും നിരവധിയായിട്ടുള്ള ശിഷ്യഗണങ്ങളുണ്ട്. ഈ സ്കറിയ സക്കറിയ സാറിൻ്റെ ആദ്യകാലത്തെ ശിഷ്യന്മാരിൽ ഒരാളാണ് ജോസഫ് കാട്ടടി എന്ന് പറയുന്നത്. കേവലം ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് മാത്രം പറയാൻ കഴിയില്ല. കാരണം ആദ്യം ഗുരുശിഷ്യൻ എന്ന നിലയിൽ കാണുന്നു, അതിനുശേഷം ഇരുവരും സഹപ്രവർത്തകരാകുന്നു. മാത്രമല്ല ഇവർ തമ്മിലുള്ളൊരു ആത്മബന്ധം എന്ന് പറയുന്നത് അത് വലിയ വലുതായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഈ മരണത്തിനെത്തിയ ആളുകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് അവരുടെ സഹപ്രവർത്തകരായ ആളുകളൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാം തന്നെ പറയുന്നത് ഇവർ തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ചങ്ങനാശ്ശേരി SB കോളേജിന് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ജോസഫ് കാട്ടടിയുടെ വീടെന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ സ്കറിയ സാറ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ കാട്ടടി സാറിൻ്റെ വീട്ടിൽ വരികയും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ തന്നെ വലിയ പതിവായിരുന്നു എന്നൊക്കെ തന്നെ ഇന്നലെ ഓർമ്മിക്കുന്നതിനിടയിൽ ഈ സഹപ്രവർത്തകരെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ ആത്മബന്ധം, പ്രത്യേകിച്ച് മലയാളം
ഇത് വിഷയമായി തിരഞ്ഞെടുക്കുന്നതിൽ ഈ സ്കറിയ സാറിൻ്റെ ഒരു പിന്തുണയുണ്ടായിരുന്നു. വീണ്ടും അവിടെ ഈ ചങ്ങനാശ്ശേരി കോളേജിൽ അധ്യാപകനാകുന്നതിൽ ഒരു വലിയ പിന്തുണയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ വലിയ രീതിയിൽ മാറ്റിമറിക്കുന്നതിൽ ഈ സ്കറിയ സാറിന് വലിയ രീതിയിൽ പ്രാധാന്യമുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ഒരു വലിയ ഹൃദയബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ മരിച്ചതിന് ശേഷവും ഏകദേശം 4 വർഷം മുൻപാണ് സ്കറിയ സാറ് മരിക്കുന്നത്. 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ കാട്ടടി സാറ് മരിക്കുന്നത്. അതിൽ മരിച്ചതിന് ശേഷവും ആ ആത്മബന്ധം അതുപോലെ തന്നെ അങ്ങ് തുടരാൻ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ പള്ളിയിലെ ഈ കല്ലറയിൽ സ്കറിയ സാറിനെ അടക്കിയ അതേ കല്ലറയിലാണ് എന്തായാലും കാട്ടടി സാറും ഇപ്പോൾ അന്ത്യനിദ്ര കൊള്ളുന്നത്. എന്തായാലും ബന്ധം എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ മനോഹരമായ ഒരു സൗഹൃദത്തിന്റെ കഥ കൂടിയാണിത്.